ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിലൊന്നായ ചാഗോസ് ദ്വീപ സമൂഹത്തെ ചുറ്റിപ്പറ്റി പുതിയ നയതന്ത്ര ചർച്ചകൾ സജീവമാക്കുന്നു. ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറാനുള്ള ബ്രിട്ടന്റെ നീക്കത്തിനിടെ ദ്വീപസമൂഹം സ്വന്തമാക്കാൻ US ഭരണകൂടം ബദൽ മാർഗങ്ങൾ തേടുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകശക്തികളുടെ താൽപ്പര്യങ്ങളും ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ രാഷ്ട്രീയവും വീണ്ടും ശ്രദ്ധാ കേന്ദ്രമാകുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചാഗോസ് ദ്വീപുകൾ സ്വന്തമാക്കാനുള്ള അമേരിക്കയുടെ തന്ത്രത്തിന് പിന്നിൽ എന്തുകൊണ്ടാണ് ഈ ദ്വീപ് അമേരിക്കയ്ക്ക് ഇത്രയുമധികം പ്രധാനപ്പെട്ടതാകുന്നത്? പരിശോധിക്കാം വിശദമായി. ഞാൻ അഞ്ജിത. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ചാഗോസ് ദ്വീപുകൾ സ്വന്തമാക്കാൻ US ഭരണകൂടം പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഇതിനെ മറികടക്കാൻ ബദൽ നീക്കങ്ങളുമായി വൈറ്റ് ഹൗസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ദ്വീപുകൾ നേരിട്ട് വാങ്ങുന്നതിനെ കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചകൾ നടന്നതായി ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ദ്വീപ് അമേരിക്കയ്ക്ക് ഇത്രയധികം പ്രധാനപ്പെട്ടതാകുന്നത്? ചാഗോസ് ദ്വീപ സമൂഹത്തിലെ ഡിയാഗോ ഗാർഷ്യയിൽ അമേരിക്കയുടെ നിർണായകമായ ഒരു സൈനിക താവളമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഈ താവളം അത്യന്താപേക്ഷിതമാണ്. നിലവിൽ ഇറാനുമായും ചൈനയുമായും സംഘർഷാവസ്ഥയിലുള്ള അമേരിക്കയ്ക്ക് മേഖലയിലെ തങ്ങളുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്ക് ഈ താവളം വലിയ പിന്തുണയാണ് നൽകുന്നത്. ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മൗറീഷ്യസിന് ദ്വീപിന്റെ നിയന്ത്രണം ലഭിച്ചാൽ അത് മേഖലയിലെ അമേരിക്കൻ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് ട്രംപ് ഭരണകൂടം ഭയപ്പെടുന്നു. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള ഡിയാഗോ ഗാർഷ്യയിലെ സൈനിക താവളം ഇറാന്റെ നേർക്ക് ദൂരപരിധിയിലുള്ള ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ അമേരിക്കയെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ താവളം ഉപയോഗിക്കുന്നത് തടയാൻ ബ്രിട്ടൻ ശ്രമിച്ചതോടെയാണ് ട്രംപ് ഭരണകൂടം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത്. ബ്രിട്ടന്റെ ഈ തീരുമാനം അങ്ങേയറ്റം വിഡ്ഢിത്തമാണെന്ന് പരസ്യമായി വിമർശിച്ച ട്രംപ് സ്റ്റാർമർ ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ തടയാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ചാഗോസ് ദ്വീപുകളിൽ അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഭൂമിയുടെ ഉടമസ്ഥാവകാശമല്ല, മറിച്ച് തന്ത്രപ്രധാന സൈനിക നിയന്ത്രണവും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ്. ഈ തർക്കം പരിഹരിക്കാൻ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന വഴി അല്പം സങ്കീർണമാണ്. ബ്രിട്ടന്റെ പദ്ധതി പ്രകാരം ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് ലഭിച്ച ശേഷം സൈനിക താവളത്തിനായി 99 വർഷത്തെ പാട്ടക്കരാറിൽ മൗറീഷ്യസിന് 35 ബില്യൺ പൗണ്ട്, ഏകദേശം $46.7 ബില്യൺ നൽകേണ്ടി വരും. ഈ കരാർ നടപ്പിലായാൽ അതിനുശേഷം മൗറീഷ്യസുമായി നേരിട്ട് ചർച്ച നടത്തി ദ്വീപുകൾ സ്വന്തമാക്കാനാണ് അമേരിക്കയുടെ നീക്കം. അതേസമയം ജൂലൈ അവസാനം വരെ കാത്തിരിക്കാനാണ് മൗറീഷ്യസിന്റെ തീരുമാനം. അതിനുള്ളിൽ ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ദ്വീപിന്റെ ഭാവി തീരുമാനിക്കപ്പെടുക. എന്നാൽ അമേരിക്കയുടെ കടുത്ത എതിർപ്പിനെ തുടർന്നും ഇറാനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട പശ്ചാത്തലത്തിലും ഈ കൈമാറ്റവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ചാഗോസ് കൈമാറ്റ നിർദ്ദേശത്തെ ഡൊണാൾഡ് ട്രംപ് പിന്തുണച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ജനുവരിയിൽ അദ്ദേഹം തന്റെ നിലപാട് മാറ്റുകയായിരുന്നു. ചാഗോസ് ദ്വീപ സമൂഹം മൗറീഷ്യസിന് വിട്ടുകൊടുക്കാൻ ബ്രിട്ടൻ മുതിരരുത് എന്ന നിലപാടിൽ പ്രസിഡന്റ് ട്രംപ് ഉറച്ചു നിൽക്കുകയാണെന്ന് ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഡിയാഗോ ഗാർഷ്യയിലെ സംയുക്ത സൈനിക കേന്ദ്രം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് എത്രത്തോളം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിയാഗോ ഗാർഷ്യയുടെ തന്ത്രപ്രധാനമായ ഭൂമി ശാസ്ത്രപരമായ സ്ഥാനം അമേരിക്കയ്ക്ക് അങ്ങേയറ്റം നിർണായകമാണ്. ഈ പശ്ചാത്തലത്തിൽ ഈ സൈനിക താവളത്തിന്റെ സുരക്ഷയും നിലനിൽപ്പും ഉറപ്പാക്കുന്നതിനായി അമേരിക്ക ഇപ്പോഴും ബ്രിട്ടനുമായി നിരന്തരം ചർച്ചകൾ നടത്തി വരികയാണെന്ന് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അന്താരാഷ്ട്ര കോടതികളിൽ നിന്നും ഐക്യരാഷ്ട്ര സഭയിൽ നിന്നും നേരിടുന്ന നിയമപരമായ വെല്ലുവിളികളെ മറികടക്കാനാണ് ചാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് കൈമാറാൻ ബ്രിട്ടൻ ആദ്യം തീരുമാനിച്ചത്. നിയമ പോരാട്ടങ്ങളിൽ പരാജയപ്പെട്ടാൽ ഡിയാഗോ ഗാർഷ്യയിലെ സൈനിക താവളത്തിന്റെ പ്രവർത്തനം തന്നെ ഭാവിയിൽ തടങ്കലിൽ ആകുമെന്ന ഭയമാണ് ബ്രിട്ടനെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത്. ബ്രിട്ടന്റെ മുൻ കൊളോണിയൽ ഭരണകാലത്ത് ചാഗോസ് ദ്വീപുകളെ മൗറീഷ്യസിൽ നിന്ന് വേർപെടുത്തിയത് നിയമവിരുദ്ധമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെയും
അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയും വിധികളുടെയും അടിസ്ഥാനത്തിലാണ് മൗറീഷ്യസ് ഈ ദ്വീപുകൾക്കായി അവകാശവാദം ഉന്നയിക്കുന്നത്. ഈ ഉത്തരവുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന ആശങ്ക ബ്രിട്ടനുണ്ടായിരുന്നു. എന്നാൽ പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വിയോജിപ്പിൽ ആയതോടെയാണ് ഡിയാഗോ ഗാർഷ്യയ്ക്കായി പ്രതിവർഷം 101 മില്യൺ പൗണ്ട് ലീസിനായി നൽകാമെന്ന് മുൻ നിലപാടിൽ നിന്ന് ട്രംപ് പിന്മാറിയത്. ട്രംപിന്റെ കടുത്ത വിയോജിപ്പിനെ തുടർന്ന് മൗറീഷ്യസുമായുള്ള ഈ കരാർ ഉപേക്ഷിക്കാൻ ബ്രിട്ടനിലെ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തിലെയും പ്രമുഖ ജനപ്രതിനിധികൾ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടം ഈ കരാറിനെ അനുകൂലിക്കാത്ത സാഹചര്യത്തിൽ ബ്രിട്ടൻ ഈ നീക്കത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുകയാണ് വേണ്ടതെന്ന് പ്രമുഖ നയതന്ത്രജ്ഞരും രാഷ്ട്രീയ നേതാക്കളും അഭിപ്രായപ്പെടുന്നു. ഇതോടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചാഗോസ് കൈമാറ്റ കരാർ നിലവിൽ അനിശ്ചിതത്വത്തിലാവുകയും പൂർണ്ണമായും മരവിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്.